നമസ്കാരം. മീറ്റ് ദ ലീഡേഴ്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കേരളത്തിൽ ആളോഹരി ടാക്സ് കൊടുക്കുന്നത് 20,000 രൂപയ്ക്ക് മുകളിലാണ്. അത് ഈ ഏപ്രിൽ 1 തീയതി മുതൽ വീണ്ടും എല്ലാത്തിനും കൂട്ടിയിട്ടുണ്ട്. ഈ ഇടതുപക്ഷം അധികാരത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സാംസ്കാരിക നയന്മാരെല്ലാം ഡെപ്യൂട്ടേഷനിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. റോഡിൽ നിന്ന് 10 മീറ്റർ മാറ്റി ബോർഡ് വെക്കാൻ പോലും പരസ്യ ബോർഡുകൾ വെക്കാൻ പറ്റുള്ളൂ. പക്ഷെ എല്ലാവരും ഇറക്കി കൊണ്ടുവന്ന് റോഡിലോട്ട് വെക്കും. അപ്പം ഞാൻ പറഞ്ഞത്, അപ്പം സ്ത്രീയാണേലും പുരുഷനാണേലും ഒക്കെ അഴിമതി കുറയും എന്ന് നമ്മൾ ഒരു തെറ്റിദ്ധാരണ, അഴിമതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ റവന്യൂ ചെലവ് കുറയ്ക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ 1.5% വരുന്ന ആളുകൾ സംഘടിതരാണ്. അവർ കേരളത്തിൻ്റെ ജനജീവിതം സ്തംഭിപ്പിക്കാൻ ശേഷിയുണ്ട്. ഇവൻ പാടത്ത് പണിയെടുക്കുന്നുണ്ട്. ജനിച്ചു വീഴുന്ന കുട്ടി ഓരോ ഏതാണ്ട് 1,40,000 രൂപയുടെ കടത്തിലാണ് അവൻ ജനിക്കുന്നത്. യുവജന പ്രസ്ഥാനങ്ങൾ നേരത്തെ ഒരുപാട് വിഷയങ്ങൾ ഏറ്റെടുക്കുകയും അത് കൃത്യമായി ടേക്കപ്പ് ചെയ്യുകയും അതിനെതിരെ വലിയ പോരാട്ടങ്ങൾ നടത്തുകയും ചെയ്തു. ഇപ്പം കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് സമൂഹത്തിൽ നടക്കുന്ന ഒരു വിഷയത്തിൽ ഒരു യുവജന പ്രസ്ഥാനവും കൃത്യമായി ഏറ്റെടുക്കാനോ അതിൽ വലിയ രീതിയിൽ എന്തെങ്കിലും പോരാട്ടം നടത്താനോ ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മൂല്യച്യുതിയുടെ ഭാഗമായിട്ട് തന്നെയാണ്. ഞാനത് അങ്ങനെ പലരോടും ചോദിച്ചു. അതെനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ നാട്ടിലെ 90-കൾക്ക് ശേഷം വന്ന ഉദാരവൽക്കരണത്തിൻ്റെയൊക്കെ ഒരു ശേഷം ആളുകളുടെ ഒരു ഇതാണ്, ഇതൊക്കെ ഇങ്ങനെയാണ്. ഇപ്പം ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം പറയാം. ഇന്ത്യയിലെ ആളോഹരി ടാക്സ് 11,327 രൂപയാണ് നമ്മുടെ ഇന്ത്യൻ ആവറേജ്. കേരളത്തിൽ ആളോഹരി ടാക്സ് കൊടുക്കുന്നത് 20,000 രൂപയ്ക്ക് മുകളിലാണ്. അത് ഈ ഏപ്രിൽ 1 തീയതി മുതൽ വീണ്ടും എല്ലാത്തിനും കൂട്ടിയിട്ടുണ്ട്. ഒരു പ്രതികരണവും ഇവിടെ ആർക്കും ഇല്ല. എന്നവര് അതിങ്ങനെ ടാക്സ് കൊടുക്കണ്ടേ കുറെ, ഇതെന്തിന് ചെലവഴിക്കുന്നു എന്ന് പോലും ഒരു മനുഷ്യൻ ഇവിടെ അന്വേഷിക്കുന്നില്ല. ഇപ്പം കോപ്പറേറ്റീവ് ബാങ്കിൽ കൊണ്ട് പണം ഇട്ടിട്ട് കിട്ടാതെ വരുമ്പോഴാണ് ആളുകൾ പ്രതികരിക്കുന്നത്. കോപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രസിഡന്റ് AC ഇന്നോവ കാറിൽ നടക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അവനൊരു സ്വിഫ്റ്റ് കാർ മേടിച്ചാൽ മതി. അത് എൻ്റെ പലിശ, ഞാൻ അങ്ങോട്ട് അടയ്ക്കുന്ന പലിശ കൂടുകയും ഇങ്ങോട്ട് കിട്ടുന്ന പലിശയും കുറയും ഈ വാഹനം AC ആക്കുമ്പം. അല്ലെങ്കിൽ അവിടുത്തെ ഡയറക്ടർ ബോർഡ് മെമ്പർമാരുടെ റൂം AC ചെയ്യുമ്പോൾ കുറയും. പക്ഷേ അതേക്കുറിച്ച് ആ ആനുവൽ മീറ്റിംഗ് ഉണ്ടല്ലോ, അവിടെ പോയി ഒന്ന് പറയാനോ സംസാരിക്കാനോ ഇന്നത്തെ സമയമില്ല ആളുകൾക്ക് എന്നുള്ളതാണ്. ഈ സമയമില്ലാതെ മാത്രമല്ലല്ലോ, അതിൽ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ അടിമത്വം കൂടി ഇല്ലേ? രാഷ്ട്രീയ അടിമത്വം ഉണ്ട്. എനിക്ക് ഇതിനകത്ത് ഏറ്റവും വിഷമം തോന്നിയിട്ടുള്ളത് സുകുമാർ അഴീക്കോട് പോലെയുള്ള ആളുടെ നിര്യാണം കേരള സമൂഹത്തിൽ വന്നിരിക്കുന്നത് വലിയ ഒരു നഷ്ടമാണ്. ഒരു തിരുത്തൽ ശക്തിയായിട്ട് ഇവിടെ ഇപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇടതുപക്ഷം അധികാരത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സാംസ്കാരിക നയന്മാരെല്ലാം ഡെപ്യൂട്ടേഷനിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ അവരെ കാണാനില്ല. പിന്നെ അവര് ഒരു 5 കൊല്ലം കഴിയും. പക്ഷെ ഇപ്രാവശ്യം 5 കൊല്ലം കഴിഞ്ഞപ്പോൾ വന്നിട്ടില്ല. അപ്പൊ ഇനി ഈ പറഞ്ഞ പോലെ അടുത്ത ഭരണം വരുമ്പോഴേലും അവർ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയല്ല ഞാൻ ഇരിക്കുന്നത്. അല്ല, അതെന്താന്ന് പറയുക, ഈ സാംസ്കാരിക നായകന്മാർക്കൊക്കെ ഒരുപാട് ആനുകൂല്യങ്ങൾ ഉണ്ട്. കാരണം കേരളത്തിൽ ഇപ്പം നേരത്തെ ഈ പത്മ അവാർഡ് പോലെ കേരളത്തിൽ ഈ കുറേ അവാർഡുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ അല്ലാത്ത സാഹിത്യ അവാർഡുകളുണ്ട്, ഒരുപാട് അവാർഡുകളുണ്ട്. ഈ അവാർഡുകൾ നഷ്ടപ്പെട്ടു പോകുന്ന ഭയന്നിട്ടാണ് പല രീതിയിൽ പ്രതികരിക്കാൻ പറ്റാത്തത്. അത് എങ്ങനെയാണ് അതിനെ കാണുന്നത്? അത് തന്നെയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ബോർഡുകളിലെ അംഗത്വം, ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇവരുടെയൊക്കെ നട്ടല് പണയം വെച്ചുകൊണ്ടാണ് ഇവരൊക്കെ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സുകുമാർ അഴീക്കോട് പോലെയുള്ള 1-2 ആളുകൾ കേരളത്തിലുണ്ടായിരുന്നെങ്കിൽ ഈ കാണുന്ന ഈ കേരളത്തിലെ ഈ തെമ്മാടിത്തരങ്ങളും ഈ ധൂർത്തും ഒന്നും ഉണ്ടാവില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഡിജോ കാപ്പൻ്റെ ആളുകൾ കേരളം മൊത്തം ശ്രദ്ധിച്ചത് ഈ റോഡുകൾ പല ആളുകളും കയ്യേറുന്നതിനെതിരെ നടത്തി ആലുവയിൽ ഉണ്ടായ ഒരു സംഭവമായി ബേസ് ചെയ്തുകൊണ്ട് റോഡിൽ പന്തലിട്ട് റോഡിൽ കസേര വെച്ച് സമരം ചെയ്യുന്ന ഒരു രീതി, അല്ലെങ്കിൽ എന്തെങ്കിലും പൊതുപരിപാടികളൊക്കെ നടത്തുന്നതിനെതിരെ നടത്തിയ വലിയ പോരാട്ടമുണ്ട്. യഥാർത്ഥത്തിൽ ആ കാലത്തൊക്കെ അത് എല്ലാ ആളുകളും ഭയന്നിരുന്നു. പക്ഷെ ഇപ്പോൾ വീണ്ടും ചില സ്ഥലങ്ങളിലൊക്കെ അത് വീണ്ടും വരുന്നു. ഹൈക്കോടതി പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ റോഡ് കയ്യേറുന്നതിനെ കുറിച്ചും ഒക്കെ. ഇപ്പൊ എന്തുകൊണ്ടാണ് അത്തരത്തിൽ ഇത് വീണ്ടും തിരിച്ചു വരുന്നത്? അല്ല, അതിപ്പം ഈ റോഡുകളിൽ ഈ ഞാൻ ഒരു കേസ് ഹൈക്കോടതി കൊടുക്കാൻ കാരണം, കറുകച്ചാൽ എന്ന് പറയുന്ന കോട്ടയം ജില്ലയിലെ ഒരു സ്ഥലത്ത് ഈ നമ്മുടെ നാട്ടിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ രാഷ്ട്രീയ കക്ഷികളുടെ യോഗങ്ങൾ, ഉത്സവം, പെരുന്നാൾ, അല്ല ക്ലബ്ബുകളുടെ വാർഷികം, ഇതെല്ലാം ഫ്ലക്സ് അടിച്ചു വയ്ക്കും. എന്നിട്ട് ഇത് കഴിഞ്ഞ് ഈ ഫ്ലക്സ് കുശിത്ത് ഒടിയുന്നത് വരെ അതവിടെ അങ്ങ് ഇരിക്കുക. അപ്പം അങ്ങനെ ഒരു ഫ്ലക്സ് ബോർഡ് ചരിഞ്ഞ് കിടന്നിട്ട് ഒരു 2 വീലറുകാരൻ അതേ തട്ടി വീണ് മരിച്ചുപോയി. അപ്പം അത് നമ്മുടെ കണ്ണു തുറപ്പിച്ചു. ഞാൻ ഉടനെ കളക്ടർക്ക് പരാതി കൊടുത്തു, PWD മിനിസ്റ്റർക്ക് കൊടുത്തു. ഒരു നടപടി ഉണ്ടായില്ല. അതിനുശേഷം പിന്നെ നമുക്ക് ആകെ ചെയ്യാവുന്ന കോടതിയുടെ ശ്രദ്ധയെ കൊണ്ടുവരുമായിരുന്നു. അപ്പം അതിനകത്ത് കോടതി ഇതെല്ലാം നീക്കം ചെയ്തെന്ന് പറഞ്ഞപ്പം കേരള പോലീസ് കൊടുത്ത് അവിടെ വെച്ച് മുഴുവൻ നീക്കം ചെയ്തെന്നാണ്.
അപ്പം ഞാൻ ഉടനെ കുറേ പടമൊക്കെ എടുത്തിട്ട് ഡേറ്റ് വെച്ച് സമയം വെച്ചിട്ട് കോടതിയിൽ വീണ്ടും പ്രൊഡ്യൂസ് ചെയ്തു. രാമേന്ദ്രൻ നായരായിരുന്നു. അപ്പം കോടതി പറഞ്ഞു, നമ്മുടെ വക്കീലിനോട് പറഞ്ഞു, നിങ്ങളുടെ കക്ഷിയോട് പറ ഗവൺമെന്റ് ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു എക്സിക്യൂട്ടീവ് അധികാരമില്ല എന്ന് കോടതിക്ക് പറയേണ്ട സ്ഥിതിയിലോട്ട് വന്നു. അപ്പം അതുകൊണ്ട് ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ റോഡുകൾ ആവശ്യത്തിനുണ്ടാകുന്നില്ല, ആ റോഡുകൾ ഇങ്ങനെ കയ്യേറുന്നു. ഇപ്പം നമ്മുടെ റോഡിലോട്ട് ബോർഡ് വയ്ക്കുന്നു. ഇപ്പം നമ്മുടെ കൊച്ചി മെട്രോ, ആ മെട്രോയുടെ തൂണുകളിലൊക്കെ വെച്ചിരിക്കുന്ന ചില സിനിമാ പരസ്യങ്ങളും നേക്കഡായിട്ട് പകുതി നേക്കഡായിട്ടുള്ള ഇതൊക്കെ. അപ്പൊ ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് അതിലോട്ട് 1 മിനിറ്റ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പോയാൽ അപകടം വരും. അപ്പൊ ഇത് മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ മെട്രോയുടെ MD കത്ത് കൊടുത്തു. ആ ഒരു നടപടി ഉണ്ടായില്ല. അപ്പം ഞാൻ പറയുന്നത്, നമ്മളെ പോലെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു പൗരന് ചെയ്യാവുന്നത് ബന്ധപ്പെട്ട അധികാരികളുടെ അടുത്ത് പരാതി കൊടുക്കാം. പരാതി കൊടുത്തിട്ട് നടക്കുന്നില്ലെങ്കിൽ ബഹുമാനപ്പെട്ട കോടതിയുടെ അടുത്ത് ചെല്ലാം. കോടതിക്കും ഈ പറഞ്ഞതുപോലെ ഉത്തരവിടാനല്ലാതെ കോടതിയുടെ കയ്യിൽ ഫോഴ്സ് ഇല്ലല്ലോ. അപ്പം ഇതൊക്കെ നമ്മുടെ സർക്കാർ ഓഫീസുകളുടെ, ഇപ്പം ഒരു ഓഫീസിലോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ പാർട്ടി ഓഫീസിലാണോ ചെല്ലുന്നതെന്ന് തോന്നിപ്പോവും. അതേസമയം അവരുടെ വീട്ടിലാണ് ഇങ്ങനെ പോസ്റ്റർ കൊണ്ട് ഒട്ടിച്ചു വയ്ക്കും. അവരുടെ ഒരു വീട് ഇപ്പം നമ്മുടെ തിരുവനന്തപുരത്തെ KSRTCയുടെ ഡിപ്പോ, ആ തമ്പാനൂര് അത് പണിത് ഞാൻ ഒരു ദിവസം കാണാനായിട്ട് കയറി ചെന്നു. അതിനകത്ത് മുഴുവൻ മുറുക്കി തുപ്പി പോസ്റ്ററും സമ്മേളനം ആക്കിയിട്ടിരിക്കുക. ഉദ്ഘാടനം പോലും ചെയ്തിട്ടില്ല. അപ്പൊ അത് നമ്മുടെ ഒരു സംസ്കാരം. എന്നാലും ഞാൻ ഹൃദയമേ ഇത് ഈ പോസ്റ്റർ ഒട്ടിച്ച് അവരുടെ വീട്ടില് ഇതുപോലെ ഈ കൊണ്ട് ഒട്ടിക്കത്തില്ലല്ലോ. അപ്പം റോഡുകളിൽ റോഡ് കോൺഗ്രസിന്റെയും ഇതിന്റെയും ഒക്കെ നിയമമുണ്ട്. റോഡിൽ നിന്ന് 10 മീറ്റർ മാറ്റി ബോർഡ് വെക്കാൻ പോലും പരസ്യ ബോർഡുകൾ വെക്കാൻ പറ്റുള്ളൂ. പക്ഷെ എല്ലാവരും ഇറക്കി കൊണ്ടുവന്ന് റോഡിലോട്ട് വെക്കും. ഇപ്പം കേരളത്തിൽ ഇലക്ഷൻ കഴിഞ്ഞു. ആ സ്ഥാനാർത്ഥികൾ ഇപ്പം പ്രധാനമായിട്ടും 3 മുന്നണികളിലാണ്. ഇനി അത് ഈ പറഞ്ഞതുപോലെ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് ആകുമ്പോഴൊക്കെ ആയിരിക്കും എടുത്ത് അവിടെ വെക്കുന്നത്. അതാണ് നമ്മുടെ ഹൈക്കോടതി തന്നെ പലതവണ ദേവൻ രാമേന്ദ്രൻ പലതവണ പറഞ്ഞു, ഈ കൊടിതോരണങ്ങൾ റോഡുകളിൽ ഇത് അനധികൃതമായി വെക്കുന്നു, ഇത് നീക്കം ചെയ്യണമെന്ന് പറഞ്ഞു. പലതവണ പറഞ്ഞിട്ടും പല രാഷ്ട്രീയ പാർട്ടികളോടും പറഞ്ഞപ്പോൾ ഇത് ജഡ്ജിയുടെ അഹങ്കാരമായിട്ടാണ് വിലയിരുത്തുന്നത്, അല്ലാതെ ഇത് ജനങ്ങൾക്ക് മൊത്തത്തിലുണ്ടാകുന്ന പ്രശ്നമായിട്ടല്ല കാണുന്നത്. അദ്ദേഹം ഒരു നീതിമാനായതുകൊണ്ടും ഒരു ജനപക്ഷ നിലപാട് എല്ലാ കാലഘട്ടങ്ങളിലും എടുക്കുന്ന ഒരു ന്യായാധിപനായതുകൊണ്ടാണ് അദ്ദേഹം ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ തേജോവധം ചെയ്യാൻ അദ്ദേഹത്തിന് ഇറങ്ങി വന്ന് പത്രസമ്മേളനം നടത്തി പറയാൻ പറ്റത്തില്ലല്ലോ. അതാണ് ജുഡീഷ്യറിക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി. ഇപ്പൊ താങ്കളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു അന്തരിച്ച MLA PT തോമസ്. അപ്പോൾ PT തോമസ് എന്നെ ടേക്കപ്പ് ചെയ്ത ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉണ്ടായ ആരോപണമൊക്കെ. യഥാർത്ഥത്തിൽ ഇതിൽ രാഷ്ട്രീയക്കാർ ഇപ്പോഴും ഈ കേസിൽ വളരെ സീരിയസ് ആയിട്ട് പ്രതികരിക്കാനോ അല്ലെങ്കിൽ അതിൽ ഇടപെടാനോ തയ്യാറായില്ല. 1-2 ചില ശബ്ദങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നത്? അല്ലെങ്കിൽ PT തോമസിനെ പോലെയുള്ള ഈ കുറച്ചും കൂടി ഊർജ്ജസ്വലനായ അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രതികരണ ശേഷിയുള്ള പൊതുപ്രവർത്തകരുടെ എണ്ണം കുറഞ്ഞു വരുന്നതാണോ? അതിപ്പോൾ നമ്മൾ അച്യുതാനന്ദനെ എടുത്താൽ, അല്ലെങ്കിൽ നമ്മുടെ അച്യുത മേനോനെ എടുത്താൽ, ഉമ്മൻചാണ്ടിയെ എടുത്താൽ, PT തോമസിനെ എടുത്താൽ, ഇതൊക്കെ ഒരു 100 വർഷത്തിനിടയ്ക്ക് 1-2 ഒക്കെ ഇങ്ങനത്തെ ആളുകൾ ഉണ്ടാകുന്നത്. അപ്പൊ അവര് ചില നിലപാടുകൾ എടുത്താൽ ആ നിലപാടിൽ ഉറച്ചു നിൽക്കും. പക്ഷെ വേറെ പല ആളുകളും ആ നിലപാടിൽ ഉറച്ചു നിൽക്കില്ല. ഒരു പൊളിറ്റിക്കൽ പ്രഷർ അല്ലെങ്കിൽ സാമ്പത്തികമായ ഒരു സ്വാധീനം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പം പല ആളുകളും അല്ലെങ്കിൽ ബന്ധുക്കൾ പലരും ശുപാർശ ഒക്കെ ചെയ്യുമ്പം അവർ പതറിപ്പോവും. അങ്ങനെ പതറിപ്പോകാതെ നിൽക്കുന്ന ആളുകൾ എന്നെങ്കിലും അവരെടുത്ത സ്റ്റാൻഡ് ശരിയാണെന്ന് തെളിയിക്കാൻ കഴിയും. അങ്ങനെ ഒരു വ്യത്യാസമാണ് ഞാൻ ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ. ഉമ്മൻചാണ്ടിയെ കുറിച്ച് എന്തും മോശമായിട്ട് കേരള സമൂഹത്തിൽ ചിത്രീകരിച്ചു. പക്ഷേ മരിച്ചു കിടക്കുന്ന ഉമ്മൻചാണ്ടിയുടെ ബോഡി കാണാനായിട്ട് ആളുകൾ എന്തോരം നേരം ക്യൂ നിന്നത്. അപ്പൊ അദ്ദേഹത്തിൽ ഒരു നന്മയുണ്ടായിട്ടില്ല. ജനസഞ്ചയം പുതുപ്പള്ളിയിലേക്ക് ഒഴുകുന്ന അല്ല, ഞാൻ പറഞ്ഞ അദ്ദേഹത്തിൽ ഒരു നന്മയുണ്ടായത് കൊണ്ട് മാത്രമാണല്ലോ. അല്ലെങ്കിൽ പിന്നീട് ഇനി നാളെ ചെന്നൊരു ശുപാർശ നടത്താന്ന് ഓർത്തോണ്ട് അദ്ദേഹത്തിന്റെ അമ്മയോ അപ്പനോ, പണ്ടൊക്കെ നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, തഹസിൽദാർ മരിക്കുമ്പോൾ പോകണ്ട, തഹസിൽദാരുടെ അമ്മ മരിക്കുമ്പോൾ പോകണമെന്ന്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരമല്ലേ തഹസിൽദാർ കാണുള്ളൂ പിന്നെയും ചെല്ലാൻ. ഇത് അങ്ങനെയല്ലല്ലോ. ഇത് ഉമ്മൻചാണ്ടി കാണുന്നില്ലല്ലോ പിന്നെ. പക്ഷെ അത് ആ ജനഹൃദയങ്ങളിൽ അദ്ദേഹം നേടിയെടുത്ത ഒരു സ്ഥാനമാണ്. അതൊക്കെ വളരെ വളരെ റെയറായിട്ടുള്ള ആളുകൾക്ക് അങ്ങനെ ഒരു വലിയ യാത്രയപ്പ് കിട്ടുള്ളൂ. അത് ജനമനസ്സുകളിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അത് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വിഷയങ്ങൾ ഇപ്പോൾ കരിമണൽ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പിന്നെ PT ഇത്തരം സംഭവങ്ങളിലേക്ക് ഇങ്ങനെയുള്ള അഴിമതികൾ നടക്കുന്നു, ഇതിലൊക്കെ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങൾ ഉന്നയിച്ചാണ്. പക്ഷെ എന്തുകൊണ്ടെന്നറിയില്ല, അത് ആരും വളരെ സീരിയസ് ആയി അന്ന് ഏറ്റെടുത്തിരുന്നില്ല. ഇത് പിന്നീട് ചില അന്വേഷണ ഏജൻസികളൊക്കെ കണ്ടെത്തിയതിനെ തുടർന്നാണ്.
ഇപ്പൊ നോക്കൂ, ഇലക്ഷന് മുന്നേ നമ്മൾ വിചാരിച്ച എന്താണ് ഇവിടെ എന്തോ സംഭവിക്കുന്നതാണ്, ഒന്നും സംഭവിച്ചില്ലല്ലോ, ഒന്നും സംഭവിച്ചില്ല. കേരളത്തിൽ ഇനി എന്തെങ്കിലും അഴിമതിക്കെതിരെ ഉണ്ടായ പോരാട്ടങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. നമ്മുടെ ധാരണ എന്തായിരുന്നു, അഴിമതി ഇവിടെ കുറയുന്നായിരുന്നു. പക്ഷെ എന്താ സംഭവിച്ചത്, അഴിമതി പെരുകി വരുന്നതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ആരും അതിൽ ശിക്ഷിക്കപ്പെടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആളുകൾ അവരെ ഒറ്റപ്പെടുത്തുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അല്ല, ഞാനിപ്പം ഒരു സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തിയെന്ന് നാളെ തെറ്റിദ്ധരിച്ചാലും പറഞ്ഞാലും ഒരു സത്യമുണ്ട്. അതായത് കേരളത്തിൽ ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് 50% റിസർവേഷൻ വനിതകൾക്ക് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞത് അഴിമതി കുറയുന്ന. പക്ഷേ ഞാനത് പറയാം, അതാണ് എൻ്റെ പോയിന്റ്. ഞാൻ ഈ പഞ്ചായത്തിലെയൊക്കെ വർക്ക് ചെയ്യുന്ന പലരോടും ചോദിച്ചിട്ടുണ്ട്, ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിൽ എങ്ങനെയുണ്ടായിരുന്നു. അപ്പം പറഞ്ഞു അപ്പം പഴയലും കൂടിയെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എന്നാന്ന് ചോദിച്ചു. ഒന്ന്, അതായത് ഏത് വർക്കിനും ഒരു 10% രാഷ്ട്രീയ കക്ഷികളുടെയൊക്കെ പ്രതികളായിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അതും കൂടി ഇട്ടിട്ടാണ് ഇവർ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നു എന്ന് പറഞ്ഞു. എസ്റ്റിമേറ്റ് പിന്നെ ഉദ്യോഗസ്ഥന്മാർക്ക്. അപ്പം അത് അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം ചിലപ്പം നമ്മൾ ഈ പണ്ട് പഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്നു ബില്ല് പാസ്സാക്കി കൊടുത്തോണ്ടിരുന്നത്. ഇപ്പം ഇവർക്ക് അധികാരം കുറച്ചുകൂടെ വേണം. അവൻ്റെ വാർഡിലെ വർക്ക് ശരിയാണോ എന്ന്, അല്ലെങ്കിൽ ആ മാഡത്തിൻ്റെ വാർഡിലെ വർക്ക് ശരിയാണോ എന്ന് മാഡവാ തീരുമാനിക്കുന്നത്. അപ്പം മാഡത്തിൻ്റെ കൗണ്ടർ സൈൻ വേണം, എങ്കിലേ ബില്ല് പാസ്സാക്കുള്ളൂ. അപ്പം ഈ കോൺട്രാക്ടർമാർ പറഞ്ഞതാണ്, ഞാൻ റിപ്പോർട്ടർ സ്പീച്ച് പറയുവാണ്. അവർ പറഞ്ഞത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ എൻ്റെ പിന്നെ ഇതാ സ്കൂളിൻ്റെ അടുത്തായിരുന്നു, മിറ്റിലെല്ലാം പിള്ളേർ ഇറക്കി മാവിനിട്ടൊക്കെ എറിഞ്ഞു, എല്ലാം പോയി. പിന്നെ ഞാൻ രണ്ടാമത് മിറ്റിലേക്ക് ഇറക്കേണ്ടത് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ, ഇത് അടുത്ത പ്രാവശ്യം പരിഗണിച്ചാക്കണമെന്നും പറഞ്ഞ് ഒപ്പിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. അതേസമയം മറ്റതാണെങ്കിൽ ഒന്നെങ്കിൽ ഭർത്താവ് അല്ലെ പാർട്ടിയുടെ ആള് പറയും അതൊന്നും പറ്റത്തില്ല, അത് അത്രയും ഉണ്ടെങ്കിൽ ഒപ്പിട്ട് കൊടുത്താൽ മതി എന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞത്, അപ്പം സ്ത്രീയാണേലും പുരുഷനാണേലും ഒക്കെ അഴിമതി കുറയും എന്ന് നമ്മൾ ഒരു തെറ്റിദ്ധാരണ, അഴിമതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് എനിക്ക് തോന്നുന്നത് ജനാധിപത്യത്തിലെ ഈ തെരഞ്ഞെടുപ്പുകളുടെ ചെലവാണ്. ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പാർലമെന്റിലോട്ട് സ്ഥാനാർത്ഥിക്ക് ചെലവാക്കാവുന്ന 95 ലക്ഷം രൂപയായിട്ട് വെച്ചിരിക്കുന്നത്. 95 ലക്ഷം രൂപയ്ക്ക് ബോർഡുകളുടെ പോലും അല്ലെങ്കിൽ തികയുന്നില്ല. ഇപ്പോൾ 7,000 രൂപ 8,000 രൂപ ഒരു ദിവസം വണ്ടി ഓടുന്നതിന് നമ്മുടെയൊക്കെ ഇതിലെ എന്തോരം വാഹനങ്ങളാണ് ഓടിയത്. പക്ഷേ എനിക്ക് തോന്നുന്ന കാലം മാറിയതനുസരിച്ചൊക്കെ ഈ അമേരിക്കയിലെ പോലെയൊക്കെ ഒരു TV ഡിബേറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ അഭിമുഖമൊക്കെ നടത്തി ഈ ചെലവൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ രാഷ്ട്രീയ അഴിമതി പറയും. ഇപ്പൊ ഇവർക്കാർക്കും വീട് സ്ഥലം വിറ്റിട്ട് വന്ന് ഇലക്ഷൻ നിൽക്കാൻ പറ്റില്ലല്ലോ. ഇല്ല, അതുമായി ബന്ധപ്പെട്ട് വേറൊരു ചോദ്യമാണ്. അതായത് ഇപ്പൊ ഇന്ന് വന്ന ഒരു വാർത്തയുണ്ട്. അതായത് MLA-മാരുടെയും അതുപോലെ മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെ അടക്കം ശമ്പളം നേരെ ഇരട്ടിയാക്കാൻ വേണ്ടിയുള്ള ശുപാർശ വീണ്ടും സമർപ്പിക്കാൻ പോകുന്നു. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ഇത് അവതരിപ്പിച്ച് പാസ്സാക്കിയെടുക്കാൻ വേണ്ടി വെക്കുന്നു. ഇപ്പോൾ ഈ കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ വളരെ ഏറ്റവും ദയനീയമായി നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ലോക കേരള സഭയുടെ 4ാമത്തെ എഡിഷൻ അടുത്ത ജൂൺ 13, 14, 15 തീയതികളിൽ വെച്ചിട്ട് തിരുവനന്തപുരത്ത് വെച്ച് നടത്താൻ തീരുമാനിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ആഘോഷങ്ങളൊക്കെ ഒരു ഭാഗത്ത് പോകുന്നു. MLA-മാരുടെ MP-മാരുടെ അതുപോലെ തന്നെ മന്ത്രിമാരുടെയൊക്കെ ശമ്പളം കൂട്ടുന്നു, അവരുടെ ആനുകൂല്യങ്ങൾ മറ്റ് ആനുകൂല്യങ്ങളൊക്കെ കൂട്ടുന്നു. ഇതൊക്കെ കേരളത്തിൽ യഥാർത്ഥത്തിൽ പ്രതികരിക്കേണ്ട സംഭവം തന്നെയാണ്. അല്ല, ആ വാർത്തയുടെ അടിയിൽ അവർക്ക് അനുകൂലമായിട്ടൊരു വാർത്തയും കൂടെ ഉണ്ട്. അതായത് തമിഴ്നാട്ടിൽ ഇവിടെ ഈ 94,000 രൂപ ഉള്ളപ്പോൾ തമിഴ്നാട്ടിൽ 2.3 ലക്ഷവും കർണാടകത്തിൽ ഏതാണ്ട് അതിനോട് അടുത്തതും ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ 40,000 അല്ലെ 80,000 എന്ന് പറയുന്നത് 160 ആകുന്നുള്ളല്ലോ എന്നുള്ള ഇത് വേണേ. പക്ഷെ ആ സമയത്തും മറിക്കുട്ടിച്ചേടത്തെ പോലെ ഉള്ളവര് 1,600 രൂപ കിട്ടാഞ്ഞിട്ട് ഇവിടെ പിച്ചച്ചട്ടിയായിട്ട് ഇറങ്ങിയ സംസ്ഥാനമാണെന്ന് ഓർക്കണം. നമ്മുടെ ഇവിടെ വന്നിരിക്കുന്ന ഏറ്റവും വലിയ അപ്പോൾ ഞാനിത് 90-കൾ മുതൽ പറയുന്ന ഒരു കാര്യമാണ്. അതിന് കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് എന്നോട് ഭയങ്കര അമർഷമുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ അന്നും പറഞ്ഞ ഒരു പോയിന്റ് ഇത്രയേ ഉള്ളൂ. അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചപ്പം നമ്മുടെ ഇവിടുത്തെ ഉന്നത ജോലികൾ എന്ന് പറയുന്നത് മാത്രമാണ് ബ്രിട്ടീഷുകാർക്ക്. ബാക്കിയുള്ള താഴ്ന്ന ജോലികൾ മുഴുവൻ, ചെറിയ ജോലികൾ മുഴുവൻ നമ്മുടെയൊക്കെ മാതാപിതാക്കൾ അങ്ങനെയുള്ളവർക്കായിരുന്നു. അപ്പോൾ ഈ ഉന്നത ജോലിയുള്ളവർക്കായിരുന്നല്ലോ ഈ ശമ്പളം കൂടുതൽ. എന്നിട്ട് പോലും അപ്പം ശമ്പളത്തിൻ്റെ ആനുകൂല്യം ബ്രിട്ടീഷുകാരായിട്ട് പോലും അന്ന് അവരൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. കേരളത്തിൻ്റെ റവന്യൂ ചെലവ് 33.3% ആയിരിക്കണം. ബാക്കി ഇവിടെ സ്കൂൾ പണിയാൻ, സ്കൂളിലെ ലാബിൽ സാധനങ്ങൾ മേടിക്കാൻ, ആശുപത്രി പണിയാൻ, ആശുപത്രിയിലോട്ടുള്ള മരുന്ന് മേടിക്കാൻ, റോഡ് പണിയാൻ, പാലം പണിയാൻ എന്നൊക്കെ വേണമായിരുന്നു. ഇന്ന് കേരളത്തിലെ ഏതെങ്കിലും ഒരു ധനകാര്യമന്ത്രിമാർ, ഇപ്പോഴത്തെ അല്ല പുറകോട്ടെടുത്താലും, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ധനകാര്യമന്ത്രി പറയുന്നത് 1-ാം തീയതി ശമ്പളം കൊടുക്കാൻ പറ്റാതെ വരുമോന്ന്. അല്ലാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോ രോഗിക്ക് മരുന്നില്ലാതെ മരിച്ചു പോകുന്നു ഒരു ധനകാര്യമന്ത്രിയും ആശങ്കപ്പെട്ടിട്ടേ ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ റവന്യൂ ചെലവ് കുറയ്ക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.
അല്ലെങ്കിൽ ഇത് വരും കാലങ്ങളിൽ ഈ പറഞ്ഞതുപോലെ അത് തന്നെ നിന്നുപോകും. ഇപ്പോൾ KSRTC ഞങ്ങളിത് പണ്ട് പറയുമായിരുന്നു, ഒരു ബസ്സിന് 13 ജീവനക്കാരെ വെച്ചുകൊണ്ട് പോയ ശമ്പളവും പെൻഷനും മുടങ്ങും. അന്ന് അതിനുശേഷം MLA ഒക്കെ ആയ ട്രേഡ് യൂണിയൻ നേതാവ് എന്നോട് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, 92-ൽ 1-ാം തീയതി എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഞങ്ങൾ ശമ്പളവും പെൻഷനും മേടിക്കും, അത് പാലായിലെ ഒരു പീറ സംഘടന ഞങ്ങളുടെ ശമ്പളവും പെൻഷനും മുടക്കണ്ട. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങയോട് പറയാം, KSRTC ജീവനക്കാർ പലരും എൻ്റെ കൂടെ പഠിച്ചവരോ എൻ്റെ ബന്ധുക്കൾ അയൽവാസികളൊക്കെയാണ്, എനിക്ക് ശമ്പളം മുടങ്ങണമെന്ന് എനിക്കൊരാഗ്രഹവും ഇല്ല. പക്ഷേ ഒരു ബസ്സിന് 13 പേരുടെ ആവശ്യമില്ല, അതൊരു 8എങ്കിലും ആക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് മുടങ്ങും എന്നുള്ളതാണ്. ഇപ്പം അത് 7 പോലും മാസം ചിട്ടിക്ക് പണം അടയ്ക്കുന്ന പോലെ ശമ്പളം കൊടുക്കുന്നത്. അത് ഇനി എത്ര കാലം അങ്ങനെയും കൂടെ കൊടുക്കാൻ പറ്റും എന്നുള്ളത്. അപ്പം അതേ ഒരു സ്ഥിതി കേരളത്തിൻ്റെ ധനകാര്യസ്ഥിതിയിലോട്ട് വരും. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. 1968 നെല്ലിൻ്റെ വില എന്ന് പറയുന്നത് ₹1.98 റബ്ബറിൻ്റെ വില 4 രൂപ ചില്ലുവാനായിരുന്നു. അന്ന് സർക്കാർ ജീവനക്കാരൻ്റെ ഏറ്റവും ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരൻ്റെ ശമ്പളം 173 രൂപയായിരുന്നു. അവരുടെ ശമ്പളം ഇപ്പോൾ 23,000 രൂപയാണ്. നെല്ലിൻ്റെ വില 19 ഇരട്ടി വർദ്ധിച്ചപ്പം ഇവരുടെ ശമ്പളം 362% വർദ്ധിച്ചിരിക്കുന്നത്. അപ്പം യാതൊരു മാനദണ്ഡവും ഇല്ലാതെയാണ്. അപ്പം ഈ 1.5% വരുന്ന ആളുകൾ സംഘടിതരാണ്. അവർ കേരളത്തിൻ്റെ ജനജീവിതം സ്തംഭിപ്പിക്കാൻ ശേഷിയുണ്ട്. ഇവൻ പാടത്ത് പണിയെടുക്കുന്നുണ്ട്, അവൻ പണിയെടുത്താൽ ഇപ്പം എന്ത് ശാസ്ത്രജ്ഞം വികസിച്ചാലും ഈ നെല്ല് മണ്ണിൽ കുഴിച്ചിട്ട് അത് വിളയിച്ചാൽ മാത്രമേ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ എന്നുള്ള. അപ്പം അവനോട് പറയുന്ന, അവൻ റിട്ടയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ 1600 രൂപയ്ക്ക് ജീവിച്ചോണം മാസം, അത് എപ്പോഴെങ്കിലും കൊടുത്താൽ. അതേസമയം UGC സ്കെയിലുള്ള ഒരു ഭാര്യയും ഭർത്താവുമുള്ള ഒരു വീട്ടിൽ ഈ ഇൻകം ടാക്സ് കൊടുക്കേണ്ട, പെൻഷൻ കൊടുക്കാനുള്ള ശേഷി കേരളത്തിനില്ല. ഉണ്ടെങ്കിൽ കൊടുത്തോട്ടെ, എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അത് നിജപ്പെടുത്തണം. ഒരു കുടുംബത്തിന് ഒരു 25,000 രൂപ. അവർ ആ സമയമാകുമ്പോൾ വീടാകും, കാറാകും, പിള്ളേരെ എല്ലാം പഠിപ്പിച്ചിരിക്കും. പിന്നെ അവർക്ക് അത്യാവശ്യം മരുന്നിനും ഭക്ഷണത്തിനും ഇലക്ട്രിക് ബില്ല് ഇതൊക്കെ അടയ്ക്കാനുള്ള പണം മതി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ഒരു നിശ്ചിത ശതമാനം ആളുകൾ കൂടി ഈ ഒരു സാമൂഹ്യ പെൻഷൻ കൊടുക്കാൻ കഴിയും. ആ നിലയിലോട്ട് കേരളം ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുക. ഇതിപ്പോൾ ഈ എല്ലാ കാലത്തും എല്ലാ സർക്കാർ മാറി വന്ന സർക്കാരുകൾ ഇവിടെ എല്ലാ കാലത്തും ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും പോലീസിനും അധ്യാപകർക്കും കൃത്യമായിട്ട് ശമ്പളങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കുകയും അവർക്ക് അവരുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. കാരണം ഒരു സർക്കാരിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നതാണ്. പെൻഷൻകാരുടെ അവസ്ഥ ഇതാണ്. അതായത് 40,000 ശമ്പളം മേടിച്ചിരുന്ന ആൾ 56-ാമത്തെ വയസ്സ് റിട്ടയർ ചെയ്ത് അദ്ദേഹത്തിന് 85, 86, 90 വയസ്സൊക്കെ ആകുമ്പോഴേക്കും പറഞ്ഞാൽ ഏതാണ്ട് അതിന് ഇരട്ടി ശമ്പളത്തിൻ്റെ ഇരട്ടിയോളം പെൻഷൻ വാങ്ങുന്ന അവസ്ഥ വരെ കേരളത്തിലുണ്ട്. യഥാർത്ഥത്തിൽ ഇതൊരു ആവശ്യമില്ലാത്ത പദ്ധതി മാത്രമല്ല, കേരളത്തെ യഥാർത്ഥത്തിൽ നശിപ്പിച്ച് കളഞ്ഞത് എന്ന് പറയുന്നത് ഇവരുടെ മാത്രം, അതായത് സർക്കാർ ഉദ്യോഗസ്ഥരുടെയും അവരുടെയും. ഇപ്പം ഇതിൽ നമുക്കറിയാം, ഇപ്പം സർക്കാർ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന കടം, ഓരോ വർഷവും നമുക്ക് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന കടം അറിയാം. ഇത് എവിടെ എത്തിച്ചേരും? ഈ കടം മേടിച്ച് പെൻഷനും ശമ്പളവും കൊടുത്ത് നമ്മൾ എവിടെ എത്തിക്കും? അല്ല, കടം മേടിക്കുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കേരളത്തിലെ DYFI നേതാക്കന്മാർ, ഇന്ന് വല്ലൊരു MLA-മാരൊക്കെയാണ്, നമ്മൾ ഏഷ്യൻ ബാങ്കിൽ നിന്ന് 3% പലിശയ്ക്ക് പണം എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അത് പറഞ്ഞ അതിന് ചർച്ചയ്ക്ക് വന്നവരുടെ മേത്ത് ടാറും എല്ലാം കോരി ഒഴിച്ചേച്ച് ഇന്ന് തോമസ് ഐസക് എന്ന് പറയുന്ന മന്ത്രി ഡൽഹി നമ്മുടെ ബ്രിട്ടനിൽ ചെന്ന് ലണ്ടനിൽ ചെന്ന് മണി അടിച്ച് 9% പലിശക്കാണ് പണം മേടിച്ചിരിക്കുന്നത്. ഇപ്പൊ തമിഴ്നാട് കടം മേടിച്ചാൽ അവനത് ഇൻഡസ്ട്രിയിലോട്ട് മുടക്കുക. നമ്മൾ പണം മേടിച്ചു കഴിഞ്ഞാൽ ശമ്പളവും പെൻഷനും പലിശയും കൊടുക്കുക, തിരിച്ചു വരില്ല. അപ്പൊ ഇത് എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകും? അപ്പം അങ്ങനെ മുന്നോട്ട് പോകുമ്പം വരുന്ന ഒരു അപകടം എന്ന് പറയുന്നത് ആളോഹരി കടം, അതായത് ജനിച്ചു വീഴുന്ന കുട്ടി ഏതാണ്ട് 1,40,000 രൂപയുടെ കടത്തിലാണ് അവൻ ജനിക്കുന്നത്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ല ഇങ്ങനെയൊരു പ്രതിഭാസം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ സംഘടനാ തലത്തിൽ ഓർഗനൈസ് ചെയ്യുകയും അവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ മേടിച്ചു കൊടുക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുക. KSRTCയുടെ സ്ഥിതി ഈ നിലയായതുപോലെ അടുത്തത് വരാൻ പോകുന്നത് ഈ കറങ്ങുന്ന ഫാനിൻ്റെ KCB. അവിടെ 1,00,000 കൂടുതൽ ശമ്പളമുള്ള ഡ്രൈവർമാരുണ്ടെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഒരു ടെക്നിക്കൽ ഒരു എഞ്ചിനീയർക്ക് കൊടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. എൻ്റെ ഒറ്റ പോയിന്റേ ഉള്ളൂ, ഞാൻ ഡ്രൈവർമാർക്ക് ശമ്പളം കൊടുക്കുന്നതിനെതിരല്ല, അവൻ വണ്ടി ഓടിക്കട്ടെ. പക്ഷെ ചീഫ് സെക്രട്ടറിയുടെ ഡ്രൈവറും, നമ്മൾ ഏറ്റവും വലിയ ബ്യൂറോക്രാറ്റ് ചീഫ് സെക്രട്ടറി ആണല്ലോ, ചീഫ് സെക്രട്ടറിയുടെ സീനിയോറിറ്റി ഉള്ള ഒരു ഡ്രൈവർ, ആ ഡ്രൈവർക്ക് 35,000 അല്ലെ 40,000 രൂപ പരമാവധി കിട്ടുമ്പം ഇലക്ട്രിസിറ്റി ബോർഡിലെ ഡ്രൈവർ പറയും അവർക്ക് കൊടുക്കുന്ന റിസ്ക് ഉള്ള ജോലിയാണ്. സെക്രട്ടേറിയറ്റിലെ ക്ലർക്കിന് 30,000 രൂപ ശമ്പളം കൊടുക്കുമ്പം ഇലക്ട്രിസിറ്റി ബോർഡിലെ ക്ലർക്കിന് 70,000, 75,000 രൂപ കൊടുക്കാൻ റിസ്ക് ഉള്ള ജോലിയാണ്. ലൈൻമാന് റിസ്ക് ഉണ്ട്, അവന് കൊടുത്തോട്ടെ. അപ്പൊ ആ ലൈൻമാന്റെ റിസ്ക് പറഞ്ഞിട്ട് ആ ഓഫീസിൽ പണിയെടുക്കുന്ന ഇതര ആളുകൾക്ക് മുഴുവൻ കൊടുത്താൽ
ഇടുക്കിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി 10 പൈസയ്ക്ക് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി എൻ്റെ അങ്ങയുടെ എന്നെ കേൾക്കുന്ന പ്രേക്ഷകൻ്റെയും വീട്ടിൽ വരുമ്പോൾ 6.5 രൂപ കൊടുക്കുന്നത് ഇന്ത്യയിൽ 1 യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നതിൻ്റെ ആവറേജ് കോസ്റ്റ് 80 പൈസ ആകുമ്പോൾ കേരളത്തിൽ അത് 2 രൂപ 75 പൈസയാകുക എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ ആവറേജിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇന്ന് നമ്മൾ കൊടുക്കുന്ന വൈദ്യുതി 1 യൂണിറ്റ് വൈദ്യുതി ചാർജിൽ നമുക്ക് ഏതാണ്ട് 1.5-1.25 രൂപ കുറവ് മതിയായിരുന്നു. ഇതാരും ശ്രദ്ധിക്കുന്നില്ല. ഇത് പറയുമ്പം പറയും അവൻ ഭയങ്കര തൊഴിലാളി വിരുദ്ധനാണ് എന്ന് പറയും. നമ്മളിത് അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ ഇതൊരു പഠിക്കാനുള്ളൊരു ആകാംക്ഷ കൊണ്ട് ഇത് പഠിച്ചു പോയതുകൊണ്ട് പറയുന്ന അതിൻ്റെ പേരിൽ നമ്മളെ ചീത്ത വിളിക്കും ഇലക്ട്രിസിറ്റി ബോർഡുകാർ. പക്ഷേ എന്നിരുന്നാലും KSRTCയുടെ സ്ഥിതി അവർക്ക് ആകരുതെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഇതിപ്പോൾ ഈ KSEBിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പം മന്ത്രി തന്നെ പറയുന്നത് നിയന്ത്രണങ്ങൾ വേണ്ടി വരും, നിയന്ത്രണങ്ങൾ. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ എല്ലാ കാലത്തും ഈ നമ്മൾ കേൾക്കുന്നതാണ്? നേരത്തേക്കാണ് പവർ കട്ടായിരുന്നു, അല്ലെങ്കിൽ ലോഡ് ഷെഡിങ് ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ട്. ഇത്തവണ ഇലക്ഷനൊക്കെ വരുന്നതുകൊണ്ട് ചിലപ്പോൾ അന്ന് ആ സമയത്ത് ചെയ്യാതിരുന്നതാണ്. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് 16 ദിവസത്തേക്ക് ഉൽപ്പാദിപ്പിക്കാനോ വെള്ളം മാത്രമേ ഉള്ളൂ, നമ്മൾ നിയന്ത്രണങ്ങൾ വേണ്ടി വരും എന്ന്. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഈ പ്രതിസന്ധി എത്രയോ വർഷങ്ങളായിട്ട് തുടരുന്നു. ഇതിനെന്താണ് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാതെ? ഓൾട്ടർനേറ്റീവ് എന്തുകൊണ്ടാണ് ആലോചിക്കാത്തത്? അല്ല, ഇതിന് ഓൾട്ടർനേറ്റീവ് ആദ്യം ആലോചിച്ച ഒരാളുണ്ടായിരുന്നു, R ബാലകൃഷ്ണപിള്ള. നമ്മുടെ ടാറ്റയുടെ എസ്റ്റേറ്റിൽ, മൂന്നാറിലെ ടാറ്റയുടെ എസ്റ്റേറ്റിൽ ഈ അവരുടെ പറമ്പിക്കൂടെ ഒഴുകുന്ന വെള്ളം തടഞ്ഞു നിർത്തി അവരൊരു വൈദ്യുതി പ്രോജക്റ്റ് അവരുടെ ആവശ്യത്തിന് അവരുടെ ക്വാർട്ടേഴ്സിലെ തൊഴിലാളികൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായിട്ട് വന്നു. ഇവിടെ എന്ത് പ്രകമ്പനമായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അന്നേരം അത് വലിയൊരു പിന്തിരിപ്പൻ മുതലാളിത്ത വൈദ്യുത മേഖലയെ കോർപ്പറേറ്റുകൾക്ക് എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അന്ന് മുതൽ അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടായിരുന്നാൽ ഇവിടെ ഈ കുഴപ്പം ഉണ്ടാവില്ലായിരുന്നു. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഇതുപോലെ ജലവൈദ്യുതി പദ്ധതിയിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ ചെലവിൽ വൈദ്യുതി കിട്ടുന്ന ഒരു സംസ്ഥാനം കേരളം. ഇവിടെ ഏറ്റവും കുറഞ്ഞിരിക്കേണ്ടതാ, ഇവിടെ കൂടുതലാണ്. ഇവിടെ ഇന്ദിരാഗാന്ധി ഇടുക്കി പദ്ധതി ഉദ്ഘാടനം ചെയ്തപ്പോൾ ഇവിടെ ആളുകൾ പറഞ്ഞു, എന്തിനാ ഇത്രയും വൈദ്യുതി ഇത്രയും മിച്ചമാകുകയല്ലേ എന്ന് ചോദിച്ചു. അതായത് മഹാരാജാവ് പണിത പാലം ശ്രദ്ധിച്ചു, അവിടെയൊക്കെ ഇപ്പോഴും രണ്ട് വരി യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ വണ്ടികൾ ഓടും. നമ്മുടെ ജനനേതാക്കൾ നമ്മൾ തെരഞ്ഞെടുത്തവർ പണിതപ്പോഴാണ് കോഴിക്കോട് ബസ് സ്റ്റാൻഡിലോട്ട് ബസ് കയറുമ്പോൾ സൈഡ് ഒരയുക. അത് ഈ അടുത്ത കാലത്ത് പണിതാ. അത് മാത്രമല്ല മദ്രാസ് IIT പറഞ്ഞ റിപ്പോർട്ട് അനുസരിച്ച് അതിപ്പോ താഴെ പോകും, പൊളിച്ചു കളയണ. അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ആർക്കും എന്തുമാകാം. സംഘടിതരായ സംഘടനയുടെ കീഴിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ സംഘടിതരായ ഒരു പാർട്ടിയുടെ കീഴിലാണ് എനിക്ക് അഭയമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, എന്ത് ചെയ്താലും എന്നെ പ്രൊട്ടക്ട് ചെയ്യും എന്നൊരു തോന്നൽ ഉള്ളതുകൊണ്ടാണ് ഈ കുഴപ്പങ്ങളൊക്കെ കേരളത്തിൽ ഉണ്ടാക്കേണ്ടത്. ഈ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ ഇത്തരത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും എന്തുകൊണ്ടാണ് ആളുകളിൽ ടോട്ടാലിറ്റിയിൽ ആളുകളുടെ ഇടയിൽ പ്രതികരണശേഷി കുറയുന്നു? ഇത്തരം വിഷയങ്ങളെക്കുറിച്ചൊന്നും ആരും സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അവരെന്തോ ആയിക്കോട്ടെ എന്നുള്ള അവസ്ഥയിലേക്ക് മാറുന്നു. ഇതെന്തുകൊണ്ടായിരിക്കും? ദീർഘകാലത്തെ ഒരു അനുഭവം ഒരാളെന്നുള്ള ഞാനത് കണ്ടിട്ടുള്ളത് ഇപ്പോഴല്ല. ഈ നമ്മുടെ സുരേഷ് ഗോപിയുടെ ഹിറ്റായ 2-3 സിനിമയിലൊക്കെ സുരേഷ് ഗോപി എസ്റ്റാബ്ലിഷ്മെന്റിന് എതിരെ പറയുമ്പോൾ ആളുകൾ കൈയടിക്കും. സിനിമാ തിയേറ്ററിൽ ഇരുന്ന് നായകൻ പറയുമ്പോൾ കൈയടിക്കുന്ന പ്രതികരണശേഷിയേ ഉള്ളൂ. ആ പ്രതികരണശേഷിയുടെ കുറവാണ് തിരുവനന്തപുരത്ത് മിനിങ്ങാന്ന് കണ്ടത്. ഞാൻ ചോദിച്ചത്, ആ വാഹനത്തിലുണ്ടായ കാര്യമൊന്നും മൈക്കിന് മുന്നിൽ വന്ന് പറയാനുള്ള ഒരു ആർജവം ആ ബസ്സിൽ യാത്ര ചെയ്ത ആളുകൾ ഏതൊക്കെയാണെങ്കിലും ബംഗാളികളൊന്നും ആയിരിക്കാമല്ലോ. അവർ മലയാളികൾ മിനിമം ഗ്രാജുവേഷനെങ്കിലും ഉള്ള യാത്രക്കാരൻ പോലും ആ പ്രതികരണശേഷി ഇല്ല എന്നുള്ളത് വരും കാലങ്ങളിൽ അവരും അതിൻ്റെ വില കൊടുക്കേണ്ടി വരും എന്നുള്ളത് അവർ ഇപ്പം മറന്നുപോയിക്കൊണ്ടിരിക്കുക. കേരളത്തിലെ പ്രതീക്ഷകളുണ്ടോ? കേരളത്തിലെ പ്രതീക്ഷയൊക്കെ എനിക്കുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ദൈവാനുഗ്രഹമുള്ള ഒരു സംസ്ഥാനമാണ്. ഇത്രയും നല്ലൊരു കാലാവസ്ഥ. ഞാൻ അത് പറയാൻ കാരണം, എൻ്റെ ഒരു അങ്കിള് 40 കൊല്ലം കുവൈറ്റിലാണ് ജോലി ചെയ്ത് അവിടെ ബിസിനസ്സും ഒക്കെ ആയിരുന്നു. അവിടുത്തെ ഗവൺമെൻറ് സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ വലിയ സുഹൃത്താണ്. അദ്ദേഹം 2 കൊല്ലം കൂടുമ്പം ഈ അങ്കിളിനെ കാണാൻ ഇടയ്ക്ക് വരും. അപ്പോൾ ഓരോ കൊല്ലം വരുമ്പോഴും എവിടെയെങ്കിലും നമ്മളിങ്ങനെ ടൂർ കൊണ്ടുപോകും. അപ്പോൾ ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് ഇനി ഒരിടത്തും കൊണ്ടുപോകാനില്ല. അപ്പം ഞാൻ പറയും, ഹൗസ് ബോട്ടൊക്കെ തുടങ്ങിയ കാലമാണ്. ഞാൻ പറയും നമുക്കൊരു ഹൗസ് ബോട്ട് എടുത്തിട്ട് കായലിൽ രാത്രി കിടക്കാം, എന്നിട്ട് അത് ഇഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അത് ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടത് ഈ ഹൗസ് ബോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ മാങ്ങ ഉണ്ടായി കിടക്കുന്ന കാലമാണ്. അദ്ദേഹം ഈ ബോട്ടിൽ ഇരുന്നു കൊണ്ട് ഈ മാങ്ങ കൈകൊണ്ട് പിടിച്ചു. അദ്ദേഹം എന്നിട്ട് എന്നോട് അന്ന് പറഞ്ഞത്, അദ്ദേഹം 100-ൽ കൂടുതൽ രാജ്യത്ത് ടൂർ പോയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ മരിക്കോളം ഓർമ്മിക്കുന്ന ഒരു സംഭവമാണ്. വെള്ളത്തിൽ ഇരുന്നു കൊണ്ട് ഒരു ഫ്രൂട്ട് കൈ പിടിക്കുക. നിങ്ങളുടെ നേതാക്കന്മാർ എന്തുകൊണ്ട് ഇത് വിൽക്കുന്നില്ലെന്നാണ് അയാൾ ചോദിച്ചത്. ഈ കൺസെപ്റ്റ് എന്തുകൊണ്ട് വിൽക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം അത്രയും സൗന്ദര്യമുള്ള ഒരു സംസ്ഥാനത്തെ ഇത്രയും വികൃതമാക്കി നമ്മൾ കൊണ്ടുപോകുന്നത് സത്യത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഓക്കെ.